മോസ്റ്റ് ഓഫ് ദ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസീസ് കമ്പനീസ് എല്ലാം സ്ട്രഗിൾ ചെയ്യുന്നൊരു പോയിന്റ് എപ്പോഴാണെന്ന് വെച്ചാൽ ഒരു പോയിന്റ് റവന്യൂവിൻ്റെ മുകളിലേക്ക് പോകുന്നതിൽ അവർക്ക് ഭയങ്കര ഡിഫിക്കൽട്ടി ഉണ്ടാവും. അതായത് സ്കെയിലിങ്ങിലാണ് അവർ മോസ്റ്റ്ലി പ്രോബ്ലം ആവുന്നത്. രണ്ടാമത്തെ ചലഞ്ച് എന്ന് പറയുന്നത് അവരുടെ പ്രോഫിറ്റ് കൂട്ടാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ. അതായത് അവർക്ക് റവന്യൂ വരുന്നുണ്ട്, ബട്ട് അവരുടെ എക്സ്പെൻസസ് കൂടുന്നു, അല്ലെങ്കിൽ പ്രോഫിറ്റ് അവർക്ക് കൂടുതൽ കിട്ടാത്തൊരു സിറ്റുവേഷൻ. ഇതെല്ലാം തന്നെ മോസ്റ്റ്ലി പ്രോബ്ലമാറ്റിക് ആയിട്ട് വരുന്നത് നമ്മൾ റവന്യൂ പെർ എംപ്ലോയി നമ്മൾ പ്രോപ്പർലി കാൽക്കുലേറ്റ് ചെയ്യാത്തതുകൊണ്ടും റവന്യൂ പെർ എംപ്ലോയി ആൻഡ് അതർ തിങ്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പ്രോപ്പർലി പ്രീ പ്ലാൻ ചെയ്യാത്തതുകൊണ്ടുമാണ്. അപ്പോൾ ആ പ്രീ പ്ലാനിങ്ങും ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാത്തതുകൊണ്ട് തന്നെ നമുക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ലോസസും എക്സ്പെൻസസും കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാവും. ഈവൻ ദോ എത്രത്തോളം ക്ലയൻസ് വന്നു എന്ന് പറഞ്ഞാലും ആ എക്സ്പെൻസസ് ഒക്കെ കൂടിയായിരിക്കും വരുന്നുണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രോഫിറ്റ് കുറയും. നിങ്ങളിപ്പോൾ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസി റൺ ചെയ്യാണ്, അല്ലെങ്കിൽ വേറെ എന്ത് ഏജൻസിയോ കമ്പനിയോ ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഒരു പോയിന്റിന്റെ അബവ് നിങ്ങൾക്ക് സ്കെയിൽ ചെയ്യാൻ പറ്റുന്നില്ല, റവന്യൂ കൂട്ടാൻ പറ്റുന്നില്ല, പ്രോഫിറ്റ് കൂട്ടാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ ഇന്റേണലി ഒരു മാനേജ്മെന്റ് കൺസൾട്ടിംഗ് ഓഡിറ്റ് ചെയ്യുന്നത് നന്നായിരിക്കും. അപ്പോൾ മാനേജ്മെന്റ് കൺസൾട്ടിംഗ് ഓഡിറ്റ് അല്ലെങ്കിൽ ബിസിനസ് കൺസൾട്ടിംഗ് ഓഡിറ്റിൽ വരുന്നത് നിങ്ങളുടെ ഫൈനാൻഷ്യൽ സൈഡ് ഓഡിറ്റ് ചെയ്യുന്നുണ്ടാവും, ഓപ്പറേഷൻ സൈഡ് ഓഡിറ്റ് ചെയ്യുന്നുണ്ടാവും, നിങ്ങൾക്കുള്ള പ്രോജക്ട്സിന്റെ ബേസിസിൽ അതിന്റെ റവന്യൂ, അതിന്റെ എക്സ്പെൻസസ്, ഇതിന്റെ എല്ലാത്തിന്റെ ആംഗിളിലും ഓഡിറ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഈ ഓഡിറ്റ് ചെയ്യുന്ന വെച്ചിട്ട് എവിടെയൊക്കെ എന്തൊക്കെ രീതിയിൽ ഇംപ്രൂവ്മെന്റ്സ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ റവന്യൂവും പ്രോഫിറ്റും ഒക്കെ ഫോക്കസ് ചെയ്യാൻ പറ്റും, ഏത് വേർട്ടിക്കൽ ഇനി നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യണം എന്നുള്ള ഡീപ്പർ ഡേറ്റ അനാലിസിസ് ആണ് ചെയ്യുന്നത്. സോ ഇഫ് യു ആർ റണ്ണിങ് എ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കമ്പനി ഓർ ലെറ്റ് ഇറ്റ് ബി എനി കമ്പനി, നിങ്ങൾക്ക് അതിനകത്ത് റവന്യൂ കൂട്ടണം, പ്രോഫിറ്റ് കൂട്ടണം, ഓർ നിങ്ങൾ അതിനകത്ത് വേറെ എന്തെങ്കിലും ചലഞ്ചസ് ഫേസ് ചെയ്യുന്നുണ്ട് ഇൻ ദ ഓപ്പറേഷൻ സൈഡ്, എന്തോ ആയിക്കോട്ടെ, ഇതിനെല്ലാത്തിനും നമ്മുടെ ബിസിനസ് കൺസൾട്ടിംഗ് ഓർ മാനേജ്മെന്റ് കൺസൾട്ടിംഗ് നമുക്കൊരു സൊല്യൂഷൻ ആയിട്ടുണ്ട്. നമ്മൾ അതിനകത്ത് ഏകദേശം 30+ ഫാക്ടേഴ്സ് KPIs ഒക്കെയാണ് നമ്മൾ മിനിമം നമ്മൾ ഒരു ബിസിനസിന്റെ പ്രോജക്റ്റ് എടുക്കുമ്പോൾ നമ്മൾ അനലൈസ് ചെയ്യാറുള്ളത് ഓൺ ഡിഫറെന്റ് ആംഗിൾസ്. അപ്പോൾ ഇതെല്ലാം അനലൈസ് ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ബിസിനസ് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും എന്നുള്ള സൊല്യൂഷനാണ് നമുക്ക് ഓഫർ ചെയ്യാൻ പറ്റുന്നത്. സോ ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് ടു നോ മോർ about the business consulting or our management consulting, you can comment in this video or directly message me. I will share more details.